ഹായ് ഫ്രണ്ട്സ്, ഓഹരിവണ്ണം ചാനലിലേക്ക് സ്വാഗതം. ലാസ്റ്റ് 1 വീക്കായിട്ട് മാർക്കറ്റിൽ വളരെ നല്ല രീതിയിലുള്ള വോൾട്ടാലിറ്റി ഉണ്ട്, സെല്ലിങ് നടക്കുന്നുണ്ട്. നമുക്കറിയാം ഇലക്ഷൻ്റെ റിസൾട്ട് ജൂൺ ആദ്യവാരത്തോടു കൂടി വരും. അതുവരെ നമുക്ക് ഇതുപോലുള്ള പലതരത്തിലുള്ള വോൾട്ടാലിറ്റി മാർക്കറ്റിൽ കാണേണ്ടതായിട്ട് വരും. സോ അതിന് പ്രിപ്പയർഡ് ആയിരിക്കുക. സ്മോൾ ക്യാപ്പ് ആയാലും മിഡ് ക്യാപ്പ് ആയാലും എല്ലാം നല്ല രീതിയിലുള്ള സെല്ലിങ് നടക്കുന്നുണ്ട്. പല സ്റ്റോക്കുകളിലും എല്ലാ സ്റ്റോക്കുകളിലും തന്നെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നുണ്ട്. സോ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുക, പുതിയ ഫ്രഷ് പൊസിഷൻ ആഡ് ചെയ്യാതിരിക്കുക. മാർക്കറ്റിൽ ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന് ഒരു ഡയറക്ഷൻ പിടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള സജഷൻസ്. അതേപോലെ തന്നെ ഇനി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മളുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പക്ഷേ എന്നാലും നിങ്ങൾക്ക് അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കോഴ്സസ്, സ്വിംഗ് ട്രേഡിംഗ് കോഴ്സസും അതേപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ് ബേസിക്സും സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ കോഴ്സ് മാത്രമാണ് ലോഞ്ച് ആകാത്തത്. അത് ഒരു 10-15 ദിവസത്തിനുള്ളിൽ തന്നെ ലോഞ്ച് ആവും. പക്ഷേ നിങ്ങൾക്ക് ഇപ്പം തന്നെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോ ഓഹരി പണത്തിൽ ഫോളോ ചെയ്യുന്നവർ, നിങ്ങൾക്ക് നമ്മളുടെ കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് കൺസിഡർ ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കോൺടാക്ട് ചെയ്യാവുന്ന നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി മാർക്കറ്റിലെ അടുത്ത ആഴ്ചത്തെ പ്രധാന ഇവൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15-ാം തീയതി 13-ാം തീയതി ഇന്ത്യൻ CPI ഡാറ്റയുണ്ട്. അതേപോലെ തന്നെ 15-ാം തീയതി US CPI ഡാറ്റയുണ്ട്. അപ്പം ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർ, ഓൾറെഡി മാർക്കറ്റിൽ നല്ല വോളറ്റാലിറ്റിയാണ്, അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഓവർനൈറ്റ് ഓപ്ഷൻസ് ഹോൾഡ് ചെയ്യുന്നവർ, ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവരൊക്കെ ഈ ഒരു 2 ഇവൻറ്റ്സിനെ കുറിച്ച് ഓർത്ത് വെക്കുക. വളരെ വലിയ ഇവൻറ്റ്സ് അല്ലെങ്കിൽ കൂടി മാർക്കറ്റിൽ ചെറിയ രീതിയിലുള്ള സെല്ലിങ്ങോ ബൈയിങ്ങോ ഒക്കെ വരുത്താൻ പവറുള്ള ഡാറ്റ തന്നെയാണ്. ഓക്കെ, അപ്പം പ്രധാന ഇവൻറ്റ്സുകൾ ഇത് രണ്ടുമാണ്. ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിലും നിരവധി സ്റ്റോക്കുകളിൽ നമുക്ക് ബ്രേക്ക്ഔട്ട് സ്റ്റാർട്ട് കിട്ടുന്നുണ്ട്. നിരവധി സ്റ്റോക്കുകൾ ബ്രേക്ക്ഔട്ടിന് റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ആദ്യം ഓർത്തിരിക്കേണ്ടത് മാർക്കറ്റ് അത്ര ഫേവറബിൾ അല്ല നമുക്ക്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ ഉപയോഗിക്കുക. കാരണം ഇന്നെടുക്കുന്ന സ്റ്റോക്കുകളിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്റ്റോക്കുകളിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ചാർട്ടിനേക്കാൾ അപ്പുറം ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക, സ്വയം ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് നോക്കുക. അതിൻ്റെ അപ്പുറം നിങ്ങൾ ലൈവ് ട്രേഡ് ചെയ്യുക എന്നുള്ളത് തൽക്കാലം കുറച്ച് നാളത്തേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ് എൻ്റെ സജഷൻ. സോ നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് പോകാം. ഇത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രെൻഡ് ലൈന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള റിവേഴ്സലൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ ന്യൂസ് ഉള്ളപ്പോൾ നമുക്കറിയാം ഈ ടെക്നിക്കൽസിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. സോ 50 മൂവിങ് ആവറേജിൻ്റെ താഴെയാണ്. ഇപ്പോൾ 1, 2, 3 തവണ 50 മൂവിങ് ആവറേജിൻ്റെ താഴെ വന്നിട്ട് ഇല്ലെങ്കിൽ 2 തവണ തിരിച്ച് കയറി. എല്ലാ തവണയും അങ്ങനെ തിരിച്ച് കയറണം എന്നില്ല എന്നുള്ളത് കൂടി ഓർത്ത് വെക്കുക. ഇനി നമ്മൾക്ക് പ്രധാന സപ്പോർട്ട് താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 21,500, 21,650 എന്ന് പറയുന്ന സപ്പോർട്ടാണ്. പക്ഷെ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. സോ ഈ ഒരു 21,000 ഒക്കെ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാം ഒരു സെല്ലിങ് വരികയാണ് എന്നുണ്ടെങ്കിൽ. അത് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ ഓവറോൾ സ്ട്രക്ചർ നെഗറ്റീവാണ്. വീക്ക്ലി ചാർട്ടിലോട്ട് വരുമ്പോൾ ലാസ്റ്റ് വീക്ക് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റിജക്ഷൻ ക്യാൻഡലിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡബിൾ ടോപ്പ് പാറ്റേണിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ ലോ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഡബിൾ ടോപ്പ് പാറ്റേൺ ഒക്കെ കൺഫർമേഷൻ ആവും. ഡബിൾ ടോപ്പ് പാറ്റേണിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ബേസിക് കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നിഫ്റ്റി ബാങ്കിൻ്റെ കാര്യത്തിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൻ്റെ കാര്യത്തിൽ 50 മൂവിങ് ആവറേജിന് താഴെയാണ്. ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. സ്റ്റിൽ പ്രീവിയസ് ലോ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഈ ലോ ബ്രേക്ക് ചെയ്തില്ല. നെക്സ്റ്റ് ടൈം ഇതുണ്ടോ, ഓരോ തവണ കയറിപ്പോയപ്പോഴും എന്താണ് പഴയ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ ഈ ലോ ബ്രേക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ട്രെൻഡ് ചേഞ്ച് ആയി എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള സെല്ലിങ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഈ ഒരു 45,600, 46 എന്ന് പറയുന്ന ഈ ഒരു സോണാണ്. കാരണം 200 മൂവിങ് ആവറേജ് അവിടെയുണ്ട്. മാത്രമല്ല ടെക്നിക്കൽ ഹൊറിസോണ്ടൽ ലെവലാണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ 44,500 to 44,800 ഈ ഒരു സോണിലായിരിക്കും നമുക്ക് അടുത്ത പ്രധാന ഒരു സപ്പോർട്ട് സോൺ ഉള്ളത്. ഓക്കെ, ഇനി സ്മോൾ ക്യാപ്പിലോട്ട് വരികയാണെന്നുണ്ടെങ്കിലും 50 മൂവിങ് ആവറേജിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്.
ലാസ്റ്റ് ഡേ, അതായത് ഇന്ന് ഫ്രൈഡേ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റിവേഴ്സലായെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏകദേശം 8% ഹൈയിൽ നിന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, 8% ഹൈയിൽ നിന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. സോ ലോങ് ടൈമിന് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ബീസ് ETF ഒക്കെ ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ലെവലാണ്. ഇനി മിഡ് ക്യാപ്പിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം 5% വേണ്ടിയിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് സ്വിംഗ് ലോ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. 50 മൂവിങ് ആവറേജ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതൊരു ബുള്ളിഷ് സിഗ്നൽ തന്നെയാണ്. സോ വരുന്ന ദിവസത്തെ നമ്മളുടെ പ്രൈസ് ആക്ഷൻ എന്താണ് എന്നുള്ളത് കാണുന്നതിനനുസരിച്ച് മാത്രമേ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത ആഴ്ച നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡൽവിസിസ് ഫിൻസർവ് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വീക്ക്ലി ചാർട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് പോയിന്റ് ഉണ്ട്. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് പോയിന്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് പോയിന്റ് ഉണ്ട്. മാത്രമല്ല നമ്മൾ ഓവറോൾ അതിൻ്റെ ഒരു മന്ത്ലി ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിവേഴ്സൽ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇതൊരു ബ്രേക്ക് ഔട്ട് പോയിന്റ് ആയിരുന്നു. അതിനുശേഷം ഇത് അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോണാണ്. ഓക്കെ, ഈ ഒരു സോൺ റെസിസ്റ്റൻസ് സോണാണ്. സോ ആ സോൺ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു അപ്സൈഡ് റിവേഴ്സൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, കൂടുതലാണ്. അപ്പോൾ അപ്സൈഡ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഇവിടെ നിന്നൊരു 40% ഒക്കെ ഈസി ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി മൊത്തത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഈ ഒരു എഡൽവിസിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്റ്റോക്ക് ലോസ് ഏകദേശം ഇത് 21% വരുന്നുണ്ട്. സോ 21% വെച്ചുകൊണ്ട് നിങ്ങൾക്ക് 40% ടാർഗറ്റ് ചെയ്യാം, 42% ടാർഗറ്റ് ചെയ്യാം. സോ 1:2 റിസ്ക് റിവാർഡ് നിങ്ങൾക്ക് അവിടെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ബുള്ളിഷാണ് സ്റ്റോക്ക്. ഓൾമോസ്റ്റ് സെക്ടറും ബുള്ളിഷാണ്. അടുത്ത ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഡീലിങ്ക് ആണ്. ഡീലിങ്കിലും ഒരു വീക്ക്ലി ചാർട്ടിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഇവിടെ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി മന്ത്ലി ചാർട്ടിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബ്രേക്ക് ഔട്ട് പോയിന്റ് ആയിരുന്നു. ഞാൻ ഈ ഒരു പോയിന്റിനെ ബ്രേക്ക് ഔട്ട് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ ഇവിടെ നിന്നൊരു റൗണ്ടിങ് ബോട്ടം ഫോം ചെയ്ത് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് നടത്തി തിരിച്ചു കയറാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഏകദേശം ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു 15% സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഏകദേശം 30% നിങ്ങൾക്ക് ഇവിടെ ടാർഗറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ 15% സ്റ്റോപ്പ് ലോസിൽ 31% ടാർഗറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ട്രേഡ് ഡീലിങ്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് അമർ രാജ ബാറ്ററീസ് ആണ്. ഈ ഒരു സ്റ്റോക്ക് വളരെ ബുള്ളിഷാണ്. നമ്മളിതിനെക്കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതതിൻ്റെ വീക്ക്ലി ചാർട്ടാണ്. സോ മന്ത്ലിയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലിയിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ബ്രേക്ക് ഔട്ട് സോൺ ആയിരുന്നു ഈ സോൺ. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ബ്രേക്ക് ഔട്ട് സോൺ ആയിരുന്നു ഈ സോൺ. ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്തു. പക്ഷേ അതിനുശേഷം ഇപ്പം മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ കൊണ്ട് ചെറിയൊരു സെല്ലിങ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഡെയിലിയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ടിൽ നിന്ന് ഒരു റിവേഴ്സൽ കിട്ടുവാണെങ്കിൽ, ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിലൊക്കെ ഫോം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഇല്ല എന്നുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു 50 മൂവിങ് ആവറേജിൻ്റെ അടുത്ത് നിന്നൊക്കെ ഒരു റിവേഴ്സൽ കിട്ടുവാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു റിവേഴ്സൽ ക്യാൻഡിൽ ഫോം ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്നും പെട്ടെന്ന് കിട്ടുന്നില്ല, ഇവിടെ ഒന്നും എൻട്രി കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഈ ബ്രേക്ക് ഔട്ടിൽ ക്യാൻഡിലിൻ്റെ ഷേപ്പ് അത്ര ശരിയല്ല. ഓക്കെ, സോ ഇവിടെ ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഏകദേശം കൺസിഡർ ചെയ്യാവുന്നതാണ്. ഏകദേശം എത്രയാണ്? ഓക്കെ, എന്താ ഓക്കെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ഏകദേശം 10% സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ നമ്മളുടെ മൂന്നാമത്തെ സ്റ്റോക്കാണ് അമർ രാജ ബാറ്ററി, അല്ലെങ്കിൽ അമർ രാജ എനർജി മോബ് ലിമിറ്റഡ്. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ക്യാൻഡിൽ, ഓക്കെ, ഇതുപോലൊരു ക്യാൻഡിൽ ഇവിടെയൊക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഹൈയിൽ എൻട്രി റിവേഴ്സിൽ കൺസിഡർ ചെയ്തെടുത്തിട്ട് താഴെ സ്റ്റോപ്പ് ലോസ് ഇടുക.
ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇതിൻ്റെ റിസൾട്ട് ഉണ്ട്. റിസൾട്ട് മെയ് 17 അത് ഓർത്ത് വെക്കുക. അടുത്ത ഒരു സ്റ്റോക്കാണ് ടെക്സ് റെയിൽ. ഈ ഒരു സ്റ്റോക്ക് എനിക്ക് അത്ര ഫേവറബിൾ സ്റ്റോക്കൊന്നുമല്ല, കാരണം ഓൾറെഡി റാലി ചെയ്തു. ഇത് പറയാനുള്ള 2-3 റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, റെയിൽവേ സെക്ടർ ബുള്ളിഷാണ്, മീൻസ് ഓവറോൾ ട്രെൻഡ് ബുള്ളിഷാണ്. ഈ ഒരു 200 മൂവിങ് അവറിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് റിവേഴ്സൽ ക്യാൻഡിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. വീക്ക്ലി ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവിടെ റിവേഴ്സൽ ക്യാൻഡിൽ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. മാത്രമല്ല മന്ത്ലി ചാർട്ടിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഇതൊരു പഴയ റെസിസ്റ്റൻസ് ആയിരുന്നു. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയിട്ട് ഇപ്പോൾ തിരിച്ച് താഴോട്ട് വന്നു. ഈ ഒരു താഴോട്ട് വന്നിട്ട് ഇവിടെ എന്താണ്, ഇവിടെ റീടെസ്റ്റ് എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വരും. സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഹൈ കട്ടാവുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, എൻട്രി കൺസിഡർ ചെയ്തിട്ട് ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഇടാം. ഏകദേശം 20% സ്റ്റോപ്പ് ലോസ് ഇടാം. മേ ബി 40, 50, 100% ഒക്കെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇനി വീക്ക്ലി ചാർട്ടിൽ 50 മൂവിങ് ആവറേജിലും സപ്പോർട്ട് ഓൾറെഡി എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇനി കുറച്ച് റിസ്കി എൻട്രി കൺസിഡർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ വീക്ക്ലി ക്യാൻഡലിൻ്റെ മുകളിൽ എടുക്കാം. വീക്ക്ലി ക്യാൻഡലിൻ്റെ ലോ സ്റ്റോപ്പ് ലോസ് ഇടാം. 10% ആണ് നിങ്ങൾക്ക് അതിനുള്ളിൽ വരുന്ന സ്റ്റോപ്പ് ലോസ്. ഓക്കെ, സോ ഒരു സ്റ്റോക്കാണ് ടെക്സ് മാക്രോ റെയിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് BPCL ആണ്. ഇപ്പം നമ്മൾ പറയുന്ന എല്ലാ സ്റ്റോക്കും സിമിലർ സ്ട്രക്ചറാണ്. എല്ലാ സ്റ്റോക്കും സിമിലർ സ്ട്രക്ചറാണ്. കാരണം എന്താണ്, ഈ ഒരു സ്റ്റോക്ക് എന്താണ്, ഇതൊരു റെസിസ്റ്റൻസ് പോയിന്റ് ആയിരുന്നു. ഓക്കെ, ഇതൊരു റെസിസ്റ്റൻസ് പോയിന്റ് ആയിരുന്നു. ഈ ഒരു റെസിസ്റ്റൻസ് പോയിന്റിൽ ബ്രേക്ക്ഔട്ട് നടത്തി. ഈ ഒരു ബ്രേക്ക്ഔട്ട് തന്നതിന് ശേഷം അവിടെ എക്സാക്ട് സെയിം ലെവലിൽ അല്ലെങ്കിലും ഇവിടെ എന്താണ്, ഒരു റീടെസ്റ്റ് സ്ട്രക്ചറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റീടെസ്റ്റ് പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ റീടെസ്റ്റിന് ശേഷം ഇവിടെ തിരിച്ചു കയറുവാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ഹൈക്ക് മുകളിൽ എൻട്രി എടുക്കാം. എത്ര സ്റ്റോപ്പ് ലോസ് ഇടാം? നിങ്ങൾക്ക് ഈ ഒരു 13% സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ഷോർട്ട് ടൈമിലൊക്കെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ പ്രധാനമായിട്ട് നമ്മളിന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് എഡൽവൈസിസ് പറഞ്ഞു, ഡീലിങ്ക് പറഞ്ഞു, അമർ രാജ ബാറ്ററി പറഞ്ഞു, ടെക്സ് മാക്രോ റെയിൽ പറഞ്ഞു, BPCL പറഞ്ഞു. സോ 5 സ്റ്റോക്കുകളാണ് പറഞ്ഞിട്ടുള്ളത്. 5ഉം നല്ല സ്റ്റോക്കുകളാണ്, നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ ലെവലിന് മുകളിൽ മാത്രം. ഓവറോൾ മാർക്കറ്റ് കണ്ടീഷൻസ് നോക്കുക, ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കുക. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ടെക്നിക്കൽ അനാലിസിസിൻ്റെ കോഴ്സോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ സ്വിംഗ് കോഴ്സൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും പഠിക്കുന്നതാണ്. ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.